ഇതാ സത്യേട്ടാ ചായ. പത്രമായന തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ഇന്ന് സ്റ്റേഷനിലൊന്നും പോണ്ടേ? സമയമാകുമ്പോൾ പോകാൻ എനിക്കറിയാം. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഞാൻ SI ആയിരുന്നേ കേട്ടോ. രാവിലെ ഉടക്കിലാണല്ലോ. എന്ത് പറ്റി? ഈശ്വര, അമ്മ വിളിക്കുന്നിട്ട് എന്ത് പറയും? ബെസ്റ്റ്. സ്വന്തം അമ്മ ഫോണിൽ വിളിക്കുമ്പോ എന്ത് പറയണമെന്ന് അറിയാത്ത മകൻ. എൻ്റെ ആർച്ച അതല്ല, ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഒരാഴ്ചയായി. അതുപോലെ ഇതിനിടയ്ക്ക് അമ്മ എന്നെ ഒരു 2 പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാൻ തിരക്കായതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല. ഇപ്പം ഞാൻ വിളിച്ച എന്താ പറയും? വീണ്ടും അത് തന്നെ അവസ്ഥ. അമ്മ വിചാരിച്ചിട്ടുണ്ടാവും സത്യേട്ടൻ മനഃപൂർവ്വം എടുക്കാത്തതാന്ന്. ആർച്ച, ഞാനൊരു പോലീസുകാരനല്ലേ, എനിക്ക് എല്ലാ കോളും അങ്ങനെ എടുക്കാൻ പറ്റിയെന്ന് വരൂ. ബാക്കിയുള്ള സകല കോളും എടുക്കാമല്ലോ. അമ്മയോ അച്ഛനോ അനിയനോ വിളിച്ചാൽ എടുക്കില്ല. ഇതിപ്പോ രാവിലത്തെ സമയാ. സത്യേട്ട സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. തിരിച്ചു വിളിക്ക് സത്യേട്ടാ. ആർച്ച, വിളിച്ചിട്ട് ഞാൻ എന്തോ പറയും? ഇതെന്ത് വർത്താനാ സത്യേട്ടാ? സ്വന്തം അമ്മയോട് എന്ത് പറയണമെന്ന് പേടിയോ? ഇങ്ങതാ, ഞാൻ വിളിക്കാം. അല്ല ആർച്ച, അതെ ആർച്ച, നീ വിളിച്ചിട്ട് അമ്മയോട് പറയുമ്പോഴേ ഞാൻ കുളിക്കുകയാണെന്ന് പറയാം. ആ അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? സത്യേട്ടൻ കുളിക്കുക. ഞാൻ അടുക്കളയിലായിരുന്നേ. ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് വന്നപ്പോഴേക്കും കട്ടായി. ആണോ? ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് പോരാൻ. ഇവിടെ ആകുമ്പോ നല്ല ആശുപത്രിയുണ്ട്. സത്യേട്ടനെ ഇവിടുത്തെ ഡോക്ടർമാർക്കെല്ലാം പരിചയമാണ്. അതൊന്നും കുഴപ്പമില്ലെന്നേ. അമ്മ ഇങ്ങ് പോര്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. ആർച്ച, നീ എന്താണ് അമ്മ എടുത്ത് പറഞ്ഞത്? കേട്ടില്ലേ? നീ എന്തിനാ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? അമ്മയ്ക്ക് ഷുഗർ ഒക്കെ വളരെ കൂടുതലാണെന്ന്. അതുകൊണ്ട് ഇവിടെ വന്ന കുറച്ചുകൂടെ നല്ല ഡോക്ടർമാരെ കാണിക്കാലോ. ആർച്ച, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? സത്യേട്ട സ്വന്തം അമ്മയ്ക്കെങ്കിലും കുറച്ച് പൈസ ചെലവാക്ക്. അതെ, ഞാൻ അമ്മയ്ക്ക് മാസം കൊടുക്കാനുള്ള പൈസ എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് എല്ലാം ആയോ? എന്തായാലും അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ നോക്കാനും പറഞ്ഞിട്ടുണ്ട്. സത്യേട്ട പേടിക്കേണ്ട, അമ്മയുടെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവള് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കാം. അങ്ങനെ വിട്ടാൻ പറ്റും. ആർച്ചേ, അമ്മായി അമ്മയും മരുമോളും ഒരുമിച്ച് താമസിച്ചാൽ ലോകത്തെ ഏത് വീട്ടിലായാലും വഴക്കുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അതിൻ്റെ കാരണം എന്താണ്? നീ ഇവിടെയും അമ്മ അവിടെ ആയതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? ഞാൻ ഇതൊക്കെ പറയണ എന്താ അറിയാമോ? നിന്റെ സന്തോഷത്തെ കരുതിയാ. ഈ അടവൊക്കെ സത്യേട്ടൻ കയ്യിൽ വെച്ചാൽ മതി. എന്റെ പേരും പറഞ്ഞ് അമ്മയെ വരുത്താതിരിക്കാൻ നോക്കണ്ട. അമ്മയും ഞാനും തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അമ്മ ഇവിടെ വന്നാൽ പ്രശ്നമാവുമല്ലോ. അമ്മ ഇങ്ങോട്ട് വന്നാൽ ഒരു പ്രശ്നമേ ഉള്ളൂ. സത്യേട്ടൻ ഇപ്പൊ ചെലവാകുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ ചെലവാകും. അത് ഒഴിവാക്കാനാണ് ഈ നമ്പറൊക്കെ. ഓ, അത് ശരി. എന്നാലേ ഇനി ഞാനുള്ള സത്യം അങ്ങോട്ട് പറയാം. നീ ഇപ്പൊ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയണില്ലേ, അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അമ്മയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യിക്കുക. എന്നിട്ട് നിനക്ക് പഞ്ചായത്ത് തോറും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. അതല്ലേ നിന്റെ ഉദ്ദേശം? അടുത്ത നമ്പർ ഈ പറഞ്ഞതൊന്നും ലോകത്തിൽ ഒരാൾ വിശ്വസിക്കില്ല, അമ്മയുൾപ്പെടെ. വേണേ നമുക്ക് അമ്മയെ വിളിച്ച് ചോദിച്ചു നോക്കാം. വിളിക്കട്ടെ? വിളിച്ചാലും അമ്മ ഒന്നും പറയുന്നില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. പിന്നെ ഒരു കാര്യം പറയാം, എൻ്റെ അമ്മ ഇപ്പോൾ അവിടെ അമ്മ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ കഴിയാണ്. ഇനി അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന ചവറും കഴിച്ചിട്ട് അമ്മയ്ക്ക് പുതിയ വല്ല അസുഖങ്ങളും വരാനാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. നീ എൻ്റെ അമ്മയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് നിന്നെ സഹായിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ആ സാറേ, ഇതാര് പുതുമണവാളൻ? എന്തുണ്ട്? നിങ്ങൾക്ക് വരാനുള്ള വഴിയെല്ലാം മറന്നോ? കല്യാണം ആരോട് പറയാതെ പോയി കഴിച്ചത് പോട്ടെ, ആഴ്ച 2 ഇപ്പൊ തിരിഞ്ഞു പോലും നോക്കുന്നില്ലട ഇങ്ങോട്ട്. എന്റെ പൊന്നു സാറേ, കല്യാണം കഴിക്കണമെന്ന് വേണ്ടിയിട്ട് കഴിച്ചൊന്നും അല്ലല്ലോ. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങ് സംഭവിച്ചു. കല്യാണം കഴിച്ചിട്ട് ഈ നേരെ നിന്ന് ശ്വാസം പോലും വിടാൻ പറ്റിയിട്ടില്ല, അറിയോ? ഇതാര്? പവിത്രനാ? കല്യാണം കഴിച്ചിട്ട് ചെലവ് ചെയ്യണമെന്ന് ആർക്കും ഇങ്ങോട്ടൊന്നും വരാഞ്ഞത്. കയ്യിലൊരു 10 പൈസ പോലും ഇല്ലാത്തവൻ ഇനി എന്ത് പ്രശ്നം? എങ്ങനെയുണ്ട് പവിത്ര കുടുംബജീവിതമൊക്കെ? കുടുംബജീവിതം അല്ല, ഈ വരാനുള്ളത് വഴി തങ്ങിയല്ലെന്നുള്ളതാണല്ലോ പ്രമാണം. പവിത്ര, നിന്റെ വൈഫ് എങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ? ഓ, വല്ലതൊക്കെ വെച്ചുണ്ടാക്കി തരാൻ അറിയാമോ, അതോ എവിടെ പോലെയാണോ? വെച്ചുണ്ടാക്കാനൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അതെങ്ങനെയാന്ന് പറ, അമ്മച്ചി സമ്മതിക്കണ്ടേ? അമ്മച്ചിക്ക് എല്ലാം ഒറ്റക്കങ്ങ് ചെയ്യാം. ഇതാ പവിത്ര അമ്മമാര് വീട്ടിലുള്ളതിന്റെ ഗുണം. അവർക്ക് മക്കളോടുള്ള സ്നേഹമൊന്നും ആർക്കും ഉണ്ടാവില്ല. എന്തായാലും സുമിത്ര ഭാഗ്യം ചെയ്ത പെണ്ണ. ഓ സത്യം.
അവളെ പോലെ ഭാഗ്യം ചെയ്തത് ഈ ലോകത്ത് വേറെ ഒരു പെണ്ണും കാണുമല്ല. ചായ വേണം. അത് ഞാൻ എത്രേ? അല്ല അതിന് അമ്മച്ചി ചായ പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല ഇത്രയും നാൾ അമ്മച്ചിയല്ലേ ചായ ഇട്ടത്. അത് നീ വരുന്നത് വരെ 4-5 ദിവസമല്ല വന്നിട്ട്. അടുക്കളയിൽ ഇതുവരെയും കയറിയിട്ടുണ്ടാ? അടുക്കള കയറി ഒന്നും ചെയ്യാൻ അമ്മച്ചി സമ്മതിക്കാഞ്ഞിട്ടല്ലേ. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊരു ചായ വേണം. പിന്നെ എനിക്കുള്ള ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. പവിത്രനുള്ള ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. മനസ്സിലായില്ല. അവന്റെ രീതികളൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ. അത് ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇനി ആ ഇത്രയും കാലം അമ്മച്ചി തന്നെയല്ലേ ഇവിടെ ചായ ഉണ്ടാക്കിയത്. ഇനി അമ്മച്ചി തന്നെ ഉണ്ടാക്കിയാ മതി. അപ്പൊ നിനക്ക് ഇവിടെ എന്താ പണി? ഓഹോ അപ്പൊ അമ്മച്ചിക്ക് ചായ ഉണ്ടാക്കാനാണോ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്? അതിന് നിന്നാരോടെ കെട്ടിക്കൊണ്ടുവന്നത്? നീ വലിഞ്ഞേറി വന്നതല്ലേ. പിന്നെ നാണക്കേട് ഓർത്ത് അവൻ അങ്ങോട്ട് കെട്ടിയെന്നല്ലേ ഉള്ളു. അമ്മച്ചി വേണ്ടാതെ ഞാൻ പറഞ്ഞോണ്ടല്ലോ. അമ്മച്ചി അതൊന്നും നോക്കത്തില്ല. ഞാൻ പറഞ്ഞാ നീ എന്ത് ചെയ്യും? കാരണം എന്ത് ചെയ്യും? എന്താ പവിത്ര ആലോചിക്കുന്നേ? ഒന്നുമില്ല. സത്യം പറഞ്ഞ വീടാവണമെങ്കിൽ വീട് നിറയെ ആള് വേണം. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും കൊച്ചുമക്കളും. എന്ത് രസമായിരിക്കും. പവിത്ര എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സിനിമാ പ്രദർശനം കൂടി നടത്താം. എന്നിട്ട് നാട്ടുകാരെ മൊത്തം വിളിക്കാം. അപ്പൊ വീട് നിറയെ ആളായിരിക്കും. പവിത്രം പറ. പവിത്ര സുമിത്രയും മാത്രം ഉള്ളായിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടാവുക. സത്യം ഒരു രസവും കാണുമല്ല. ആ പക്ഷെ ഞങ്ങളുടെ അമ്മച്ചിയും കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ രസം. ഓഹോ അപ്പൊ അമ്മച്ചി സിനിമയ്ക്ക് വരുന്നുണ്ടോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല അമ്മച്ചി വരുമെന്ന്. ഞാൻ ഇതിനു മുമ്പ് അമ്മച്ചി സിനിമയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചിട്ട് അമ്മച്ചി വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് അമ്മച്ചി സിനിമയ്ക്ക് വരാന്ന് സമ്മതിച്ചേക്കുന്നു. ഓ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ അല്ലേ സിനിമയ്ക്ക് പോകുന്നത്. അതിന്റെ അമ്മച്ചിക്ക് എന്താ കാര്യം? ഓ എന്റെ ദൈവമേ, ഇങ്ങനെ മതമില്ലാത്ത ഒരു തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്. അവൻ നിന്നെ കല്യാണം കഴിച്ചത് ഇപ്പോഴല്ലേ? അമ്മച്ചി അതിനു മുമ്പേ അവനെ പ്രസവിച്ച് ഇത്രയും വലുതാക്കിയത് ഞാനാണ്. എന്നിട്ട് ഇത്രയും കാലം എന്താ കുഞ്ഞാറ്റമ്മന്റെ കൂടെ സിനിമയ്ക്ക് പോവാതിരുന്നത്? എനിക്ക് മനസ്സില്ല. നീ എന്നിട്ട് ഇപ്പൊ മനസ്സുണ്ടായോ? ഇപ്പൊ മനസ്സുണ്ട്. പവിത്രേട്ടാ നമ്മൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോകുന്നതിന്റെ കണ്ണുകടി അമ്മച്ചിക്ക്. ദേ ഇവിടുന്ന് സിനിമയ്ക്ക് പോകുന്നെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പോകുന്നില്ല. അല്ല പോവണ്ട. ആര് പറഞ്ഞ സിനിമക്ക് പോകാൻ? എനിക്കൊരു നിർബന്ധവും ഇല്ല. പവിത്രേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തേ? അല്ല ഞാനിപ്പോ ഇതിനകത്ത് തന്നെ പറയാൻ വേണ്ടിട്ടാ. കഷ്ടമാ പവിത്രേട്ടാ. എന്ത് കഷ്ടം? ഇവിടുന്ന് സിനിമക്ക് പോകണ്ടെങ്കിൽ എന്നെ കൂട്ടി പോയാ മതി, അല്ലെങ്കിൽ പോകണ്ട. ഞാൻ സത്യേനോട് പറയായിരുന്നു അമ്മയെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ട് നിർത്താൻ. അയ്യോ കൊണ്ട് നിർത്താൻ മേലായിരുന്നു. സത്യേട്ട് സമ്മതിക്കണ്ടേ? അതിനെ സാറേ. പവിത്ര എൻ്റെ അമ്മ ഇപ്പോൾ വളരെ മനസമാനത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ വന്ന് അത് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനസമാധാനം പോകില്ല. അമ്മയെ ഞാൻ പൊന്നു പോലെ നോക്കും. അതൊക്കെ ഇവൾ ഇപ്പോൾ പറയും. കാര്യത്തോട് അടുക്കുമ്പോൾ ഇവളുടെ സ്വഭാവം മാറും. വെറുതെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എൻ്റെ മെമ്പറെ, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി. എന്നെക്കാളും കൂടുതൽ ജീവിതാനുഭവങ്ങളും ഉണ്ട്. എനിക്ക് മെമ്പറോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചോദിക്കുക, ഈ വേലിയിലിരിക്കുന്ന വാമ്പനെ എടുത്ത് കഴുത്തിലോട്ട് ചുറ്റണോ? ഈ അമ്മായിയമ്മ മരുമകൾ പോരെന്ന് പറയുന്ന സാധനം മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതാ. അതിനി ഐക്യരാഷ്ട്രസഭ വിചാരിച്ചാൽ പോലും അത് ശരിയാവൂല. എന്തിനാ വെറുതെ പണി മേടിച്ച് കെട്ടുന്നേ? റിസ്ക് എടുക്കണോ? ഹലോ അമ്മച്ചി, എന്തുണ്ട്? ഓ ഇവിടെ എന്ത് വിശേഷം? ഈ ചായം പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ആകെ ബോറടിച്ചിരിക്കുവോ അമ്മച്ചി. ആ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മച്ചി ഒരു മാസം വന്ന് ഇവിടെ വന്നിക്ക്. അപ്പച്ചനെയും കൂട്ടിക്കോ? കഷ്ടമല്ലേ അമ്മച്ചി. ആ അമ്മച്ചി ഞാനങ്ങോട്ട് വിളിക്കാവേ. രാവിലെ എഴുന്നേറ്റ് ടീച്ചാന് ചായ കൊടുത്തില്ല. ആ വിളിക്കാം. ഞാൻ പറഞ്ഞ കാര്യമൊന്നും തീരുമാനിക്കണേ. ശരി എന്നാ ചായ. ഞാൻ അമ്മച്ചിയോട് സംസാരിക്കായിരുന്നു. എന്താ പറഞ്ഞു? ഞാൻ അമ്മച്ചിയോട് പറഞ്ഞേ, എനിക്കിവിടെ ആകെ ബോറടിയാ. അമ്മച്ചി ഇവിടെ വന്ന് ഒരു മാസം വന്ന് നിൽക്കാൻ. എന്നിട്ട് അമ്മച്ചി എന്നാ പറഞ്ഞു? അമ്മച്ചി പറയും അപ്പച്ചനില്ലാതെ വരത്തില്ലെന്ന്. അതെങ്ങനെയാ? അമ്മച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ എങ്ങനെയാ ഇച്ചാനില്ലാതെ എവിടെയെങ്കിലും മാറി നിൽക്കുവോ? അത് തന്നെയല്ലേ അമ്മച്ചി കാണിക്കുന്നത്. ഇച്ചാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നപ്പോഴേ എന്നോട് എല്ലാരും പറഞ്ഞു, ജോർജോട്ടി മാത്രം പോട്ടെ, ആലീസ് ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കൂല, ഇച്ചാനെ പിരിഞ്ഞൊരു നിമിഷം ഞാൻ നിൽക്കൂല എന്ന്. അതെന്തുകൊണ്ടാ? ഇച്ചാനുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം കൊണ്ടല്ല, സംശയം കൊണ്ട്. ഞാനിവിടെ എങ്ങാനും ഒറ്റയ്ക്ക് വന്ന് നിന്ന് ഏതെങ്കിലും പെണ്ണുമായിട്ട് പ്രേമം ആകൂന്ന് നിനക്ക് സംശയം? സത്യം പറയടി. എന്തുവാ ഇച്ചായ? ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പോവാണെന്ന് പറയും. അതാ ഈ ആണുങ്ങളുടെ മൊത്തം. നീ അപ്പച്ചനെ കട്ടി അങ്ങോട്ട് കട്ട് ചെയ്ത്. ഇത് അപ്പച്ചനൊന്നും അല്ല. എടി എന്തിനാടി മോളെ നീ ചങ്കെടുത്ത് കാണിക്കുന്നത്? ഇനി കാണിക്കത്തില്ല കേട്ടോ. ചങ്ക് കാണിക്കാതിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ആ ശരി. ആ ചായ കുടി. ചായ കുടി, ഞാൻ നോക്കിക്കോളാം. അവിടുത്തെ പോലെ ഇവിടെയും
ആ പവിത്രനാ ആ ആലീസേ സാറല്ലേ ഇവിടെ? ഉണ്ടല്ലോ. എല്ലാവരും പിന്നെ വിശേഷമൊക്കെ? ഓ വിശേഷമൊക്കെ നമ്മക്കാണോ, പവിത്രനല്ലേ. എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ? എന്റെ ആലീസ തന്നെ എന്നോട് അത് ചോദിക്കണം കേട്ടോ. എന്തേ? ഇപ്പൊ സമയം എത്രയായി? 8 മണി. 8 മണി. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ രാവിലെ 8 മണിയാകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും ചെയ്യുന്നതാ? രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കാം, പത്രം വായിക്കാം, TV കാണാം, അല്ലെങ്കിൽ പിന്നെ മൊബൈലിൽ ഫേസ്ബുക്ക് കളിക്കാം, വാട്സപ്പിൽ കളിക്കാം. ശരിയാണോ? ആ ആയിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുക. അതുകൊണ്ട് നേരത്തെ ആലീസ് ചോദിച്ചില്ലേ കുടുംബജീവിതം എങ്ങനെ പോകുന്നു? അതിനുള്ള മറുപടിയാണ് ഇത്. വീട്ടിലിരിക്കാൻ യാതൊരു തരത്തിലും നിവർത്തിയില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, തലവെച്ച വഴിയേ ഇറങ്ങി അങ്ങ് പോകുന്നു, ഉറങ്ങാറാകുമ്പോൾ തിരിച്ചു ചെന്ന് കയറുന്നു. ഇതാ സാറേ എൻ്റെ അവസ്ഥ. വെറുതെ പറയുന്നത്. അവിടെ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പൊന്നു സാറേ, ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ കല്യാണം കഴിക്കുന്ന പോലെ ഒരു അബദ്ധം ഈ ലോകത്ത് വേറെ ഇല്ല. ബെസ്റ്റ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ? അതെ. നമ്മൾ എന്ത് ഹാപ്പി ആയിട്ട് എവിടെ ജീവിക്കുന്നത്? അതിനകത്ത് 2 ഉണ്ട് കാര്യം. എന്നാ? 1, നിങ്ങൾ അത്യാവശ്യം പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള. 2, നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. മിടിമിടിക്കായ ഒരു ഭാര്യയുണ്ട്, ബഹുമിടിക്കായ എൻ്റെ അമ്മച്ചിയുണ്ട്. ആഹാ, അവർ തമ്മിലുള്ള വഴക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? അത് തീരണമെന്നുണ്ടെങ്കിൽ ഞാൻ തീരണം. സിനിമയ്ക്ക് പോകുന്ന കാര്യം എന്തായി? സുമിത്രയായിട്ട് പോയോ അതോ അമ്മയും കൊണ്ടുപോയോ? അയ്യോ, അത് വലിയൊരു കഥയാണ് സാറേ. സാറ് പറഞ്ഞ പോലെ 2 പേരെയും കൂടെ കൊണ്ടുപോകല്ലോ എന്നോർത്താ ഞാൻ ചെന്ന് കയറിയത്. ആ ഇങ്ങോട്ട് വാടി. അമ്മയോടെ പോ, അമ്മയോടെ ഒന്ന്. ഈ വീട്ടിൽ രാവിലെ സിനിമയുടെ കാര്യം പറഞ്ഞാരാ? ഞാനാ. ഈ കാര്യം ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞായിരുന്നു. അന്നേരം അമ്മ എന്നാ പറഞ്ഞേ? ഞാനും കൂടെ വരുമെന്ന്. ഇത് കേട്ടോ നീ എന്നാ പറഞ്ഞു? അമ്മ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അമ്മ എന്നാ പറഞ്ഞു? എന്നെയും കൊണ്ടല്ല അത് പോകാൻ പറ്റില്ലെന്ന്. ആണോ? ഇവിടം വരെ 2 പേരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. ഇനി അമ്മച്ചിയുടെ കാര്യം പറ. അമ്മച്ചി സിനിമയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ലെന്ന് പറഞ്ഞല്ല. കാരണം കൈക്കും കാലിലും മരവിപ്പ്. തിയേറ്ററിൽ ഇരുന്നാ കൂടും. ഈ കൈക്കും കാലിലും മരവിപ്പ് രാവിലെ ഇല്ലായിരുന്നു. പിന്നെന്തിനാ അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് അന്നെ വാശി പിടിച്ചെന്റെ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞാണ് അമ്മച്ചിയുടെ കൂടെ കൊണ്ടുപോകാന്ന്. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? അമ്മച്ചി ഉണ്ടെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മച്ചി വരുന്നില്ല, നിന്റെ തീരുമാനം എന്നാ? ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട് മുഴുവൻ പറഞ്ഞു നടക്കാനല്ലേ. ഇനി ആ പരിപാടി നടക്കില്ല. അമ്മച്ചി ഇല്ലാതെ ഞാൻ വരുന്നില്ല. നിങ്ങൾ 2 പേരും കൂടെ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചേക്കുന്നേ? ഞാൻ വെറും ഉണ്ടാക്കാനാണെന്നോ? മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്ക 2 എണ്ണവും കൂടെ. ഒരാൾക്ക് ഒരിക്കലും ഇല്ലാത്തൊരു പുതിയ സിനിമ കണ്ടേ പറ്റുള്ളൂ. ഒരുത്തേക്കാണ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സിനിമ സ്ക്രീനെ തെളിയത്തില്ല. ഞാനൊരു കാര്യം പറയാം. ഓരോരോ ഇടപാട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എന്നെ താനിക്കൊണം നിങ്ങളറിയും. ഇനി മേലിൽ ഈ കുടുംബത്തെ സിനിമ എന്ന് പറഞ്ഞൊരു വാക്ക് പോലും വേണ്ടിപ്പോല്ലോ. മനസ്സിലായോ? നിനക്ക് മനസ്സിലായി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മി തീർത്തോണം. അതിന് തെറി പറഞ്ഞിട്ടാണെങ്കിലും ശരി, തമ്മി തല്ലി തീർത്തിട്ടാണെങ്കിലും ശരി. ബാക്കിയുള്ളവർ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയില്ലേ? ആർക്കറിയാം എന്താ പതിവില്ലാതൊരു ദേഷ്യം? വളർത്തു ദോഷം അല്ലാണ്ട് എന്ത്. വളർത്തിയൊന്നും കുറ്റമില്ല. നീ എന്നിവിടെ കയറി വന്നോ അന്ന് തുടങ്ങിയതാണ് ഇവൻ. ആവശ്യം തന്നെ പറഞ്ഞോണ്ടല്ലോ. കണ്ടോ, ഇതാണ് അവരുടെ സ്വഭാവം. അമ്മ പറയുന്ന സുമിത്രയും കേൾക്കത്തില്ല, സുമിത്ര പറയുന്ന അമ്മയും കേൾക്കത്തില്ല. വൈകിട്ട് വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴോ പരാതിയുടെ പ്രവാഹമാ. ചെവിക്കകത്ത് പഞ്ഞി വെച്ചോണ്ടാ ഞാൻ കിടന്ന് ഉറങ്ങുന്ന അറിയോ? അത്ര ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ മാറും. ഇത് കല്യാണം കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അവര് അടിച്ചടിച്ചങ്ങ് സൗഹൃദവും എല്ലാ പ്രശ്നങ്ങളും മാറുന്നേ. മാറും 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 മാറും. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് വിട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ സത്യപാല സാറിന്റെ അവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തമാശ. അതേന്ന് സാറിന്റെ അമ്മേനെ ഇവിടെ കൊണ്ട് കുറച്ച് ദിവസം നിർത്താൻ വേണ്ടിയിട്ട് മെമ്പർക്ക് ഒരേ ഒരു ഭയങ്കര ആഗ്രഹം. കുറച്ച് ദിവസം ഇവിടെ ഒന്ന് നിൽക്കട്ടെന്ന്. ഞാൻ പറഞ്ഞു, ഈ കാശ് കൊടുത്താൽ ആരും കടിക്കുന്ന പട്ടിയെ മേടിക്കൂ. പക്ഷേ സാർ സമ്മതിച്ചില്ല കേട്ടോ. എങ്ങനെ സമ്മതിക്കും? ഇവിടെ അമ്മച്ചി വന്നു നിന്ന് കഴിഞ്ഞാൽ ആശുപത്രി ചെലവും വീട്ടു ചെലവും ഒക്കെ കൂടുമല്ലേ. അതുകൊണ്ട് പുള്ളി സമ്മതിച്ചില്ല. പിന്നെ ഞാൻ മെമ്പർക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് ഞാനീ പോകുന്നത്. അതെന്നാ പരിപാടിയാണ്? വയസ്സായ അമ്മയെ നോക്കേണ്ട മക്കളുടെ കടമയല്ലേ. എൻ്റെ അമ്മ ഇവിടെ കൊണ്ട് നിർത്തിയാലോ എന്തൊന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അമ്മയോട് ഒന്ന് സംസാരിച്ച് നോക്കണം. ആലീസിന് അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മച്ചി ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു. എന്നെ പൊന്നു സാറേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കല്ലേ. അവസാനം പോലീസ് കേസിലേ തീരുവുള്ളൂ. സത്യപാലൻ സാറെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കുഴപ്പമില്ല. അവർക്കൊക്കെ സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ ഉള്ളവരാ. നമുക്കങ്ങനല്ല.
എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണ്. എന്തോടി ജോലിസ, ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന മുഖം എന്നാടി? ഇച്ചാൻ എന്തൊക്കെയാ പവിത്രനോട് പറഞ്ഞത്? എന്നാ പറഞ്ഞു? ഓയ്യോ, ഇച്ചാന്റെ അമ്മച്ചിനെ ഇവിടെ കൊണ്ട് നിർത്താൻ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കത് ഇല്ലായിരുന്നു എന്ന്. അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ പവിത്രൻ എന്നെ പറ്റി എന്തായിരിക്കും ഇച്ചായ വിചാരിച്ചിട്ടുണ്ടാവുക? പവിത്ര എന്ത് വിചാരിക്കാൻ? എന്ത് വിചാരിക്കാൻ? ഇച്ചാന്റെ വീട്ടുകാരോട് സ്നേഹമില്ലാത്തൊരു മരുമോള്, ഈ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പോലെ അമ്മായിയമ്മയോട് ഇഷ്ടമില്ലാത്തൊരു മരുമോള്. ഇച്ചാനും എപ്പോഴും ഉള്ളതാ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ കൊച്ചാക്കുന്നത്. എന്നെ നാണം കെടുത്തു ഇച്ചാൻ എപ്പോഴും. പവിത്രൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. ഇച്ചാനല്ലേ പറഞ്ഞത്? അപ്പൊ ഉറപ്പായിട്ട് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ധാരണകൾ മൊത്തം മാറ്റാൻ ഒരു വഴിയുണ്ട്, പറയട്ടെ? നീ ആ, എൻ്റെ അമ്മച്ചിയെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കാം. അപ്പം നാട്ടുകാരെല്ലാവരും വിചാരിക്കും, അയ്യോ ഇത്ര സ്നേഹനിധിയായിട്ടുള്ള മരുമോളാണല്ലോ, സ്വന്തം അമ്മയെ പോലെയാണല്ലോ ഈ മരുമോൾ നോക്കുന്നത്, ആ ഭാര്യ എന്ന് പറയുന്നത് ജോർജ് കുട്ടി ഡോക്ടറുടെ ഭാഗ്യമല്ലേ. അപ്പം നിന്റെ ഈ ധാരണകളെല്ലാം, ആൾക്കാർക്കുള്ള ഈ തെറ്റിദ്ധാരണകൾ മൊത്തം മാറും, പവിത്രനും ഈ തെറ്റിദ്ധാരണ മാറും. ആണോ? ആണോ? ഓഹോ, അതായിരുന്നല്ലേ അപ്പൊ മോന്റെ ഉദ്ദേശം? എന്നെ പ്രകോപിപ്പിച്ചിട്ട് അമ്മച്ചീനെ ഇവിടെ കൊണ്ടുവരണം. നടക്കത്തില്ല ചായ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമാണ് ഞാൻ ആ വീട്ടിൽ നിന്നത്. അത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് ഇച്ചാനെ അറിയാലോ. എന്നിട്ട് ക്ഷമ നശിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞ് ഇച്ചാനെ ട്രാൻസ്ഫർ വാങ്ങിപ്പിച്ചത്. എന്നിട്ട് വീണ്ടും ഇനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്നല്ലേ? നടക്കത്തില്ല, നടക്കത്തില്ല. ആലിസേ, ആക്ച്വലി എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ആ വീട് ഒരു ജയിലാ, ജയില്. മിണ്ടിയാ കുറ്റം, മിണ്ടിലെങ്കി കുറ്റം. എന്റെ പൊന്നോ, ഞാനായതുകൊണ്ടാണ് അത്രയും നാളും അവിടെ പിടിച്ചു നിന്നത്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ? നടക്കത്തില്ല ചായ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആ ഉദ്ദേശം നടക്കത്തില്ല. ആഹാ, അല്ല, നീ എന്താ പറഞ്ഞിട്ട് പോയത്? എൻ്റെ വീട്ടിൽ നീ എന്ത് ബുദ്ധിമുട്ടാ നേരിട്ട് ഞാൻ അറിയാതെ? ഇച്ചാൻ അറിയൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ അറിയാത്ത ഭാവം നടിച്ചു. അതുകൊണ്ടാണല്ലോ അവിടുന്ന് ചാടാനുള്ള വഴി ഞാൻ സ്വയം കണ്ടുപിടിച്ചത്. എനിക്ക് അറിയത്തില്ല, നീ പറ. പറയാനാണെങ്കിൽ ഇന്നത് ഒരു ദിവസം പോരാതെ വരും. അത് കുഴപ്പമില്ല. ഇച്ചാൻ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? ചെല്ലി, ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ താമസിച്ച് പോയിക്കോളാം, പക്ഷെ എനിക്ക് കാര്യം അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ റെഡിയാണോ? റെഡിയാ. ഓക്കെ അല്ലേ? എന്നാ പറയട്ടെ. പറ. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മേരി ആന്റി ഫാമിലി നമ്മുടെ വീട്ടിൽ വന്ന് ഇച്ചാൻ ഓർമ്മേണ്ട? വന്നിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചോറും മീൻകറിയും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവര് കഴിച്ചു തുടങ്ങിയപ്പം അമ്മച്ചിയുടെ ഒരു ഡയലോഗ്, ഹോ മീൻകറിക്ക് ഒട്ടും ഉപ്പില്ലല്ലേ, എരിവാണെങ്കിൽ തീരെ ഇല്ലെന്ന്. അത് പറഞ്ഞപ്പോഴാ എനിക്കിപ്പോ ഓർമ്മ വന്നു. അന്ന് അമ്മച്ചി പറഞ്ഞ ശരിയായിരുന്നു, ഉപ്പും ഇല്ലായിരുന്നു, എരിവും ഇല്ലായിരുന്നു. അത് ഓർമ്മയുണ്ടല്ലേ? മേരി ആന്റി ഫാമിലി വന്നത് ഓർമ്മയില്ല? അത് ഓർമ്മയില്ല. എന്റെ പൊന്നോ, നിന്ന നിപ്പിലില്ലേ എന്റെ തൊലി ഉരിഞ്ഞു പോയി. തൊലി ഉരിയുന്ന എന്തിന്? സത്യം പറയുന്ന കേട്ടോ, തൊലി ഉരിയേണ്ട യാതൊരു കാര്യമില്ല. സത്യമല്ലേ പറഞ്ഞേ? ആണോ? അങ്ങനെ അത് സത്യമാണെങ്കിൽ എന്നെ മാറ്റി നിർത്തി പറയണം, അല്ലാതെ എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തല്ല വേണ്ടത്. സത്യം പറയാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാലെന്താ, അല്ലെ മാറ്റി നിർത്തി പറഞ്ഞാലെന്നാടി? ചായ, ഇത് 1-ാമത്തെ സംഭവം. ഇനി 2-ാമത്തെ സംഭവം. എന്നാ? ഒരു ദിവസം വികാരിയച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നത് ഇച്ചാൻ ഓർമ്മയുണ്ട? വികാരിയച്ഛൻ ഓർമ്മയില്ല. അതും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. വികാരിയച്ഛൻ വന്നപ്പം അമ്മച്ചി പറയുക, ഈ കൊച്ചെ നേരം വെളുക്കുമ്പോ 8 മണിക്കാ എഴുന്നേറ്റ് വരുന്നേന്ന്. ശരിയാ, നീ അന്ന് 8 മണിക്കല്ലേ എഴുന്നേക്കാറുള്ളേ? ആണോ? അപ്പൊ വികാരിയച്ഛന്റെ വക തിരിച്ചൊരു കമന്റ്, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ 5 മണിക്ക് എഴുന്നേക്കണോന്ന്. എന്റെ പൊന്നേ, ഇങ്ങനെയുള്ള അമ്മച്ചീനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്നോ? അതിന് ഈ ആലിസ് ജീവിച്ചിരിക്കുമ്പോ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, കുറച്ചു മുമ്പ് നീ നിന്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിർബന്ധിച്ചായിരുന്നല്ലോ. അയ്യോ, അതെന്റെ അമ്മച്ചി പാവം. ഞാനുമായിട്ട് അമ്മച്ചി ഒരു വഴക്കുമില്ല. അയ്യോ, നിന്റെ ആങ്ങളയുടെ ഭാര്യ ഫിലോമിനെ നിന്റെ അമ്മച്ചിയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? അതെന്ത്? ഫിലോമിനയ്ക്ക് അഹങ്കാരം. അവള് പറയുന്ന തോന്നിയാസമൊന്നും എന്റെ അമ്മച്ചി വകവെച്ചു കൊടുക്കത്തില്ല, അത് തന്നെയാണ് കാര്യം. ഫിലോമിന അവരുടെ അമ്മായിയമ്മയെ കുറിച്ച് പറയുന്നത് തന്നെയാണ് നീ എന്റെ അമ്മച്ചിയെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇച്ചായ. ശരി, വരണ്ടെങ്കിൽ വരണ്ട. ഉണ്ണിയാർച്ച പറഞ്ഞ കേട്ടപ്പോ എനിക്ക് ആഗ്രഹം തോന്നി. ഉണ്ണിയാർച്ച സ്വന്തം അമ്മായിയമ്മയെ കൊണ്ട് നിർത്താൻ വേണ്ടി പാടുപെടുന്നു, ഇവിടെ നേരെ തിരിച്ചു. എങ്കിൽ പിന്നെ ഇച്ചായന് ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി അങ്ങോട്ട് താമസിക്ക്. അമ്മച്ചിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു, അവിടെ നിർത്ത്. എന്നിട്ട് എല്ലാരും കൂടെ സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചു.
എന്റെ ഇച്ചാൻ ഇത്രക്കൊരു മണ്ടനായി പോയല്ലോ. അവരെന്തുകൊണ്ട് അവരുടെ അമ്മായിയമ്മയോട് വാ 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 എന്ന് പറയുന്നത്? അവിടെ ജോലിക്ക് ഒരാളെ വേണം, അതുകൊണ്ട് അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇവിടെ അടുക്കള പണിക്കാൻ ആള് വേണ്ടേ? വേണ്ട 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 വേണ്ട. ആ ഡോക്ടറെ, എന്തോ ഒരു ആലോചന. ആലീസ് ഇല്ലേ? ഉണ്ട്, അകത്തുണ്ട്. അല്ല, അവിടെ സത്യപാലൻ സാറിന്റെ അമ്മ വരുന്നു എന്ന് കേട്ടല്ലോ. ആ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ, അമ്മയെ വിളിച്ചു നോക്കി, പക്ഷെ അമ്മ വന്ന് നിക്കത്തില്ല. ആ, ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. ആലീസിന് ഒരേ നിർബന്ധം എന്റെ അമ്മച്ചി ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. ആ, ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചിയെ. പക്ഷേ ഞാൻ വിചാരിച്ചേ അവൾക്ക് അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയുവാണേ, അച്ഛൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മച്ചിയല്ലേ, കൊണ്ട് നിർത്തിയാൽ എന്നാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവള് സഹിച്ചോളാന്ന്. എന്നാ സ്നേഹമല്ലേ. പക്ഷെ അമ്മച്ചി സമ്മതിക്കുന്നില്ല. അത് പിന്നെ പണ്ട് തൊട്ടേ അമ്മച്ചിലൂടെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചി എന്നെ അങ്ങനെയാ നോക്കിയേക്കുന്നത്. ഇച്ചാനെ നല്ല പോലെ അറിയാം അല്ലേ? ഇവിടുത്തെ കാര്യം നേരെ തിരിച്ചാ. സത്യേട്ടന്റെ അമ്മയെന്ന് വെച്ചാൽ ജീവനാ. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം വിളിക്കും. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അമ്മ കേക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഓരോ അമ്മമാരും ഓരോ സ്വഭാവക്കാരല്ലേ. നമ്മള് മക്കള് പറയണത് കേക്കില്ലല്ലോ അവര്.